ഈ വിദ്യാഭ്യാസം കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് ആ രാജ്യത്തൊരു ജോലിയും ആ രാജ്യത്ത് സെറ്റിൽ ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പം അങ്ങനെ ഒരു ആലോചനകൾ അല്ല അങ്ങനെ ഒരു പ്ലാനുകൾ വരുമ്പോഴാണല്ലോ ഞാനിവിടെ എന്ത് പഠിച്ചു എന്നുള്ളതും എൻ്റെ ലക്ഷ്യങ്ങൾ അല്ല എൻ്റെ ആഗ്രഹങ്ങൾ എന്നുള്ളത് മാറ്റി നിർത്തി ആ രാജ്യത്ത് എന്താണോ റിക്വയർമെൻ്റ് എന്നുള്ളത് നോക്കി പ്രോഗ്രാമുകളിലോട്ട് പോകുന്നത്. ഫോർ ദം ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദേശത്ത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് അവരതിനെ പരിഗണിക്കുന്നത്. അപ്പോൾ പലപ്പോഴും അവർ ചോദിക്കുന്നത് എൻ്റെ ഈ മേഖലയിൽ എനിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള അടുത്ത പ്രോഗ്രാം ഏതാണ് എന്നുള്ളതിന് പകരം എനിക്ക് ഈ രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ ഏത് പ്രോഗ്രാം പഠിച്ചാൽ സാധിക്കും. അപ്പം ഈ രണ്ട് ചോദ്യങ്ങളുടെയും മറുപടി രണ്ടാണ്. ഈ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ് എൻ്റെ ഈ മേഖലയിലെ മികച്ച പ്രോഗ്രാം ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു കുട്ടി വളരെ ഫോക്കസ്ഡ് ആണ്. ആ കുട്ടിക്ക് ആ മേഖലയിലാണ് പഠിക്കേണ്ടത്, അയാൾക്ക് അതിലാണ് അയാളുടെ ഭാവി അയാൾ കാണുന്നത്. ഏത് പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന ആ ഒരു വിഭാഗം അവരുടെ ഫോക്കസ് ഇമിഗ്രേഷൻ എന്നുള്ളത് വരുന്നത് ഈ ഗ്രൂപ്പിലാണ് എപ്പോഴും ചലഞ്ച് വരുന്നത്. അപ്പം ഒരുപക്ഷെ ഈ കുട്ടി പഠിക്കാൻ പോകുന്നത് ഒരു ഡിഗ്രി പ്രോഗ്രാം ആണെങ്കിൽ 4 വർഷത്തിന് ശേഷം ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പം ആ രാജ്യത്തിൻ്റെ അവസ്ഥയെ മാറിയിട്ടുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 4 വർഷം കഴിഞ്ഞ് കുട്ടി ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ലാത്തൊരു പ്രോഗ്രാം ഞാൻ പഠിച്ചു, എന്തിനാ പഠിച്ചത്? അവിടെ ജോലി കിട്ടാനല്ലേ, അവിടെ സെറ്റിൽ ചെയ്യാനാണ്. എൻ്റെ ഇൻട്രസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്തോ? ഇല്ല. ഇപ്പം ഇന്ന് നോക്കുമ്പോൾ അവിടെ ജോലി അവസരമുണ്ടോ? ഇല്ല. നിയമങ്ങളെല്ലാം മാറി. അപ്പോൾ അതൊരു എളുപ്പമുള്ള ചോദ്യമല്ല, അതിനൊരു ഡെഫിനറ്റ് ആൻസർ പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല.